ജീവിതത്തിൽ ഓർക്കുക. അവസരങ്ങളിൽ നമ്മളോട് ഈ ലോകം എല്ലാവരും നമ്മളെ ഒറ്റിപ്പെടുത്തി കൊടുത്താലും ലോകത്തിൻ്റെ അവസാന നിമിഷത്ത് പോലും ഒറ്റിക്കൊടുക്കാത്തവൾ ഒരുവിൽ മണ്ണിലുണ്ടെങ്കിൽ അവളാണ് അമ്മ, ഉമ്മ. മഞ്ഞാറമൂട്ടിൽ നടന്ന ആ കൂട്ടക്കൊലയിൽ ഉറ്റവരെയും എല്ലാവരെയും കൊന്ന് ഞാനും മരണപ്പെടുമായിരുന്നല്ലോ എന്നറിഞ്ഞിട്ടും ആ മകൻ ചെയ്ത് തെറ്റിനെ പുറത്തു കൊടുത്ത ഒരു ഉമ്മയാണ് ലോകത്തോട് പറയുകയാണ്. അതാണ് പേറ്റുനോവിൻ്റെ ചരിത്രം. സൂര്യോദയത്തിന് മുമ്പേ കൈലുകളോടും പാത്രങ്ങളും ഒക്കെ തട്ടിയും മുട്ടിയും സംസാരിക്കുന്ന ജന്മങ്ങളാണ് നമ്മുടെയൊക്കെ ഉമ്മമാർ. അവരെ ഒന്നും നിങ്ങൾ വേദനിപ്പിക്കരുത്. ഒരുപക്ഷെ നമ്മുടെ വരവെന്ന് വൈകിയാൽ ഉമ്മറപ്പടിയിൽ മറ്റൊരു പ്രസവേന അനുഭവിച്ച് മക്കളെ ഓർത്ത് കാത്തിരിക്കുന്നവളുടെ പേരാണ് ഉമ്മ. അവളെ ഒന്നും സങ്കടപ്പെടുത്തരുത്. നമ്മളൊരു അണ്ണാങ്കുഞ്ഞിനെ പിടിച്ച് കളിക്കുഞ്ഞിനെ പിടിച്ച് ചെറുപ്പത്തിൽ താലോലിക്കുമ്പോൾ അമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ചു പറയും, മോനെ മോളെ എന്നെ തുറന്നു വിടും മക്കളെ. ആ കുഞ്ഞുങ്ങളെ കണ്ടില്ലെങ്കിൽ എൻ്റെ തള്ള കരഞ്ഞുകൊണ്ട് വരുമെന്ന് പറയുന്ന പേറ്റുനോവിൻ്റെ ഉടമയാണ് ഓരോ ഉമ്മമാരും. ഞങ്ങളുടെ ഉമ്മമാരെ നിങ്ങൾ സങ്കടപ്പെടുത്തരുത്. ഗൃഹാന്തരീക്ഷത്തിൻ്റെ ഇരുണ്ടിടനാടിയിൽ ചൂടിനോടും ചാരത്തോടും പടവെട്ടി ചുക്കി ചുളിഞ്ഞു പോയ ഒരു പഴന്തുണി കഷ്ണം വീട്ടിലുണ്ടോ? അത് ഉമ്മയാണ്. അവളെ സങ്കടപ്പെടുത്തരുത്. എൻ്റെയും നിൻ്റെയും ഒക്കെ വിഴുപ്പലക്കാൻ വിധിക്കപ്പെട്ട സ്ത്രീ ജന്മങ്ങളുടെ പേരാണ് അമ്മ. അവളെ സങ്കടപ്പെടുത്തരുത്. വിളമ്പി കൊടുത്ത് തനിക്ക് ചെയ്യാതെ വരുമ്പോൾ, മക്കളെ അമ്മയ്ക്കത് ഇഷ്ടമല്ല മക്കളെ, എൻ്റെ കുഞ്ഞുങ്ങൾ കഴിച്ചോ എന്ന് കള്ളം പറയുന്നവരുടെ പേരാണ് അമ്മ. അവളെ സങ്കടപ്പെടുത്തരുത്. ദൈവത്തോടുള്ള പരിഭവം പറച്ചിലിൽ സ്വന്തം സങ്കടങ്ങളും ആകുലതകളും വേദനകളും മറച്ചു വെച്ച് മക്കൾക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നവളാണ് ഓരോ ഉമ്മമാരും. ഞങ്ങൾ ഉമ്മമാരെ നിങ്ങൾ സങ്കടപ്പെടുത്തരുത്. ഒടുവിൽ ഈ സാഗരം കളമൊഴിഞ്ഞു പോകുമ്പോൾ വാടിക്കരിഞ്ഞ ചെടികളും പൂവും ഞാനും നിങ്ങളും ഒക്കെ പറയും, എൻ്റെ ഉമ്മയില്ലാത്ത വീട്, എൻ്റെ അമ്മയില്ലാത്ത വീട് വീടെയല്ല. അവളെ മണ്ണിൽ ജീവിച്ചിരിക്കുന്ന കാലം അത്രമേ നിങ്ങൾ സന്തോഷം അനുഭവിപ്പത് ഈ മണ്ണിൽ. അതുകൊണ്ട് മാതാപിതാക്കളാകട്ടെ ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി, ഒന്നിച്ചുള്ള ഭക്ഷണങ്ങളാകട്ടെ ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി, കളിക്കളങ്ങളാകട്ടെ നമ്മുടെ ഏറ്റവും വലിയ ലഹരി, വായനയാകട്ടെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലഹരി. അതിനോട് കഴിഞ്ഞ് മറ്റൊന്നും ഈ ലോകത്ത് മറ്റൊരു സൈക്കോട്രോപിക് സബ്സ്റ്റൻസിനും നമുക്ക് തരാൻ കഴിയില്ല ലഹരി എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഫിലിപ്പമ്മയുടെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് 12 മണി കൃത്യം സമയമായി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ട് വേണേൽ ചോദിക്കാം. ഒറ്റ സെക്കൻഡ് കൊണ്ട് ചോദിക്കാൻ പറ്റും. ആർക്കും താല്പര്യമുണ്ട് അതിന് അറിയാമെങ്കിൽ ചോദിക്കാം. ഒന്നുമില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. വീണ്ടും ഒരു കാര്യം കൂടെ ഉണർത്തുകയാണ്. ഫിലിപ്പ് മമ്പാടിൻ്റെ സോഷ്യൽ മീഡിയ പേജ് ഫിലിപ്പ് മമ്പാട്, ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റഗ്രാം ലൈക്ക് ആൻഡ് ഷെയർ ചെയ്തോളൂ.